ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ നമ്മളെ ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത്. മഴയൊക്കെ അല്ലേ, വെളിയിലത്തെ ഒരു പരിപാടിയും നടക്കുന്നില്ല. ഇപ്പോഴേ നല്ല മഴയായിട്ട് ഇവിടെ ഇന്ന് രാവിലെ മുതൽ നല്ല മഴയുണ്ട്. നമുക്ക് മഴ പെയ്യുന്നില്ലേ ഇപ്പം പറയുവാണ് മഴ മാറുന്നില്ല കേട്ടോ. ഇന്ന് വെയിൽ നമ്മൾ കണ്ടിട്ടേ ഇല്ല. അപ്പോഴ് തകർത്തുമായി പെയ്യുന്നുണ്ട്. കറണ്ട് പോക്ക് അത് അതിനേക്കാട്ടിലും രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഇപ്പം ചെയ്യുന്നത് രാവിലെ ടാങ്ക് നിറയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. എല്ലാവരും നിറച്ച് വെച്ചോണേ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെള്ളം കോരേണ്ടി വരും. വെള്ളം കോരുന്നത് നല്ലതാട്ടോ, നല്ല എക്സർസൈസാണ്. അപ്പോഴേ വെള്ളം കോരുന്നതൊക്കെ നല്ലതാ. ഇപ്പം പിന്നെ ആരെയും നമ്മളൊന്നും മെനക്കിടത്തില്ല, ഓടിപ്പോയി ആ സ്വിച്ച് അമർത്തുമല്ലേ. അങ്ങനെ അപ്പോൾ നമുക്ക് നമ്മുടെ ബ്യൂട്ടി ടിപ്പൊക്കെ തുടങ്ങാം. ഇന്നും നമുക്ക് 2 സംഭവങ്ങൾ മതി, നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ മാത്രം മതി ഇന്നും കേട്ടോ. അപ്പോഴെൻ്റെ സുജാത ചേച്ചി പണിമുടക്കിലാണ് കൂട്ടുകാരെ, നിങ്ങൾ അറിഞ്ഞോ? 2 ആഴ്ചയായി സുജാത ചേച്ചി പണിമുടക്കിലാണ്. എൻ്റെ പരിപാടികളൊന്നും ഇവിടെ നടക്കുന്നില്ല, തട്ടിയും മുട്ടിയൊക്കെ പോകുന്നു നമ്മൾ. അമ്മ വീണ്ടും നമ്മുടെ അരകല്ലൊക്കെ അടിപൊളിയാക്കി എനിക്ക് കഴുകിയിട്ട് തന്നു. മോൾ അരച്ചോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ തകർത്ത് വാരി. ഇപ്പം അതിനകത്താണ് ഇടിയും ചതയൊക്കെ. എന്തോ വലുതായിട്ടൊന്നും ഇടിയും ചതയൊന്നും ഇല്ലല്ലേ, എന്തെങ്കിലും തോരനൊക്കെ ചതച്ചാൽ പോരും. അപ്പോൾ വീണ്ടും നമ്മൾ അതൊക്കെ ഒന്ന് ബോഡി പിടിപ്പിച്ചൊക്കെ എടുത്തു. അപ്പോൾ സുജാത ചേച്ചി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ബ്യൂട്ടി ടിപ്പുകളൊക്കെ കുറച്ചെങ്കിലും ചെയ്യണമെങ്കിൽ അതിനകത്ത് ചെയ്തുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു തരികിട പരിപാടിയായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് 2 സാധനങ്ങൾ മതി. നമുക്ക് നമ്മുടെ ഉലുവായ ഉണ്ടല്ലോ, പൊതു തന്നെ കുത്തല്ലേ. അപ്പോൾ 2 സാധനങ്ങൾ മതി. നമുക്ക് ഉലുവ പൊടിയും വേണം, പാലും മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ മുഖത്തെ കറുത്ത പാടുകൾ ഇന്ന് ചെയ്യുമ്പോൾ ഇന്ന് പെട്ടെന്ന് മാറത്തില്ല. കറുത്ത പാടുകൾ നമ്മൾ തുടർന്ന് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. ഞാൻ നേരത്തെ ഒന്ന് ചെയ്തെന്ന് തോന്നുന്നത് എന്തോ ഈ ഉലുവായുടെ കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഉലുവയുടെ ഇതൊക്കെ അറിയാമല്ലോ, നമുക്ക് ഷുഗറുകാർക്കൊക്കെ ഞാനൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഷുഗർ ഇച്ചിരി കൂടുതലായ വിവരം നിങ്ങളെ ഞാൻ അറിയിക്കുന്നു കേട്ടോ. ഞാൻ ലാബിലൊക്കെ പോയായിരുന്നു, ഇച്ചിരി കൂടുതലാണ് കേട്ടോ. അതിൻ്റെ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് ഉലുവായും പാലും കൊണ്ടുള്ള നമ്മുടെ ടിപ്പാണ് ചെയ്യുന്നത്. നമ്മൾ ഉലുവ പൊടിയും ഇത് ഞാൻ പറഞ്ഞില്ലേ, സുജാത ചേച്ചി പണിമുടക്കിലായതുകൊണ്ട് ഞാനിപ്പം നമ്മൾ ഇതിനായിട്ട് വേറെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ വറുത്ത ഉലുവായാണല്ലോ ഇത് നമ്മൾ പച്ചപ്പൊടി ഞാൻ പാക്കറ്റിലെ വാങ്ങിച്ചതാണ് കേട്ടോ, പച്ച ഉലുവാപ്പൊടി. നമുക്ക് ആ ഉലുവാപ്പൊടി നമ്മൾ ആ പാലും കൂടെ പച്ചപ്പാലാണ് കേട്ടോ. ഇതും നമ്മൾ തിളപ്പിക്കാത്ത പച്ചപ്പാലാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് മുഖത്തോട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. ഉലുവ ഇത് വെച്ചേക്കാനൊന്നും നോക്കത്തില്ല, നമുക്കറിയാമല്ലോ ഉലുവായൊക്കെ ഇത്തിരി നേരം വെച്ചിരുന്നാൽ എന്തോ ഒരു വല്ലാത്തൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. അപ്പോൾ വെച്ചേക്കണ്ട, നമുക്ക് പൊടിയുണ്ടെങ്കിൽ അന്ന് നമുക്ക് എടുത്താൽ മതിയല്ലോ, നമ്മൾ വെച്ചേക്കേ വേണ്ട. എന്തായാലും ഇച്ചിരി നേരം ഒന്ന് ഇത് കുതിർന്ന് വരണമല്ലോ, ഉലുവയുടെ അറിയാമല്ലോ ഇച്ചിരി തിക്കായിട്ട് വരും. ഇച്ചിരി നേരം നമുക്ക് വെച്ചിട്ട് നമുക്ക് വീണ്ടും പാല് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചൊന്ന് കലക്കി വെക്കും. ഇതൊന്ന് കുതിരണമല്ലോ, പൊടിയാണെങ്കിൽ ഇത് ഇത്തിരി ഒന്ന് കുതിർന്ന് വരണം. ഇവ രണ്ടും കൂടെ ഒന്ന് കൂട്ടാവണം കേട്ടോ. ഈ 2 സംഭവങ്ങൾ മതി കേട്ടോ, പാലും പച്ചപ്പാലും ഈ ഉലുവാപ്പൊടിയും മതി. വേറൊന്നും നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്യേണ്ട. പിന്നെ തുടർന്നും ഒരു ദിവസം ചെയ്തുകൊണ്ടൊന്നും നമ്മുടെ കറുത്ത പാടുകളൊന്നും മാറത്തില്ല കേട്ടോ. നല്ല വ്യത്യാസം ഉണ്ടാവും നമുക്ക്. പിന്നെ തണുപ്പാണല്ലോ, ഇപ്പം തണുപ്പ് സമയമാണ്, കുഴപ്പമില്ല. നമ്മളൊരു 10-20 മിനിറ്റ് നമ്മൾ മുഖത്തിട്ട് തുടച്ച് മാറ്റുമല്ലേ, കുഴപ്പമില്ല കേട്ടോ. ഇച്ചിരി നേരം ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു കൂട്ടാവട്ടെ ഇച്ചിരി നേരം ഒന്ന്. ഇനി നമുക്ക് വെള്ളം, ഞാൻ വിചാരിച്ച ആദ്യം വെള്ളം ഒഴിച്ച് കൂടിപ്പോയെന്ന്, പക്ഷേ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, നമുക്കത് തോന്നും. അപ്പോൾ ഈ ഉലുവ ഇച്ചിരി നേരം കുതിർക്കാൻ വെക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നും. പക്ഷേ ഇത് ഇച്ചിരി ഒരു 5 മിനിറ്റൊക്കെ നമ്മൾ വെക്കുമ്പോൾ വേണ്ട കറക്റ്റ് നമുക്ക് മുഖത്തിടാൻ പാകത്തിന് കിട്ടും.
അപ്പോൾ ഈ ഉലുവാപ്പൊടി നമ്മൾ മിക്സിക്കകത്ത് എത്ര ഇട്ട് നമ്മൾ ചെയ്താൽ, അല്ലെങ്കിൽ പിന്നെ അരിച്ചെടുത്താൽ നല്ല പൗഡർ മാതിരി നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ ഈ ഉലുവ പൊടിക്കുമ്പോഴുണ്ടല്ലോ, നമ്മുടെ ആ ജാറിൻ്റെ ആ എന്താ അടപ്പ് ഭാഗത്ത്, ഞാൻ പിന്നെ പേപ്പർ വെച്ചാൽ ഞാൻ എപ്പോഴും ഉലുവ പൊടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ആ അടപ്പിനകത്ത് അങ്ങനെ എനിക്ക് പൊടി കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നേരത്തെ എനിക്ക് ഈ ട്രിക്ക് അറിയത്തില്ലായിരുന്നു. നമ്മൾ അടപ്പ് വെച്ച് അങ്ങ് പെട്ടെന്ന് പൊടിച്ചെടുക്കുമായിരുന്നു. ഇപ്പം പിന്നെ ഞാൻ പേപ്പർ വെച്ചിട്ട് പൊടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോഴാ ജാറിൻ്റെ ആ അടപ്പിനകത്തേ നല്ല നൈസ് പൗഡർ ഉണ്ടല്ലോ, പൗഡർ മാതിരി ഇത് വന്നിരിക്കും. അത് നമുക്കിങ്ങനെ എടുത്ത് മാറ്റി വെച്ച് ഇങ്ങനെ ചെയ്യാൻ കേട്ടോ, എളുപ്പപ്പണി കേട്ടോ. നല്ല പൗഡർ നമുക്ക് കിട്ടും. മറ്റേ തരിതരിയായിട്ടൊക്കെ എത്രയാണല്ലോ, അല്ലെങ്കിൽ പിന്നെ ആ പരുവത്തിന് നമ്മൾ വറുത്ത് പൊടിച്ചെടുത്താൽ നമുക്ക് നന്നായിട്ട് കിട്ടും കേട്ടോ. അല്ലാത്തവരടുത്ത് ശരിയാകാത്തവരടുത്ത് ഞാൻ പറഞ്ഞത് നമുക്ക് ആ പൗഡർ എടുത്ത് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ കുഴച്ച് വെച്ചാൽ അതേ നല്ല കണ്ട ഇങ്ങനെയാണ് നമുക്ക് കിട്ടും. 5 മിനിറ്റ് നമ്മൾ വെച്ചിരുന്നില്ലേ. അപ്പോൾ ഞാൻ മുഖം ഒന്ന് ആവി പിടിച്ചിട്ടാണ് വന്നത് കേട്ടോ. വെറുതെ ഒന്ന് ശരിയാവട്ടെ എന്ന് വിചാരിച്ച് തലയുടെ ബാക്കിലൊക്കെ വേദനയുണ്ട് കേട്ടോ. അപ്പോഴും ഞാനൊന്ന് ആവി പിടിച്ചിട്ടാണ് വന്നേ. മുഖം നന്നായിട്ട് നമ്മൾ കഴുകണം. കഴുകിയതിന് ശേഷം മാത്രം നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്കൊരു 20 മിനിറ്റൊക്കെ വെച്ചിരുന്നിട്ട് നമുക്ക് നമുക്കറിയാമല്ലോ ഉലുവയുടെ ഒരു സ്വഭാവം കുഴവഴാന്നിരിക്കും അല്ലേ. നമ്മൾ എന്ത് വെള്ളം ഒഴിച്ചാലും പാലൊഴിച്ചാലും അവൻ ഒരുമാതിരി കുഴവഴാന്നിരിക്കും. നമുക്ക് ദേഷ്യം വരും കേട്ടോ അല്ലേ. ദൈവനെ അങ്ങോട്ട് നമുക്ക് തേച്ച് വെക്കാം. നമ്മുടെ മുഖം കഴുകി ഉണങ്ങിയതാണെങ്കിൽ ഇച്ചിരി വെള്ളം ഒന്ന് തൊട്ടിട്ട് മാത്രം ചെയ്യട്ടോ. ഞാനിപ്പോൾ ആവി പിടിച്ചിട്ട് അതിച്ചിരി ഒരു ഇതുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ മുഖത്ത് വെള്ളം ഒന്ന് തുടയ്ക്കാനത്. തലയുടെ ബാക്കിനൊക്കെ ഭയങ്കര വേദന കേട്ടോ. ഈ എന്താണെന്ന് അറിയത്തില്ല, മറ്റേ അസ്വസ്ഥതകളൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ തലയുടെ ബാക്കി അത് എനിക്കറിയത്തില്ല. എൻ്റെ പൊന്നു കൂട്ടുകാരെ എന്താ അതൊന്ന് പറഞ്ഞു തരണേ. എനിക്കങ്ങനെ ഇടയ്ക്കും വരാറുണ്ട്. എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ആവി പിടിക്കും കേട്ടോ. ആവി പിടിക്കും. തല നമുക്ക് കുമ്പിടാൻ ഒക്കത്തില്ല, ഇങ്ങനെ കുനിക്കത്തില്ല, അങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോഴും തലയ്ക്ക് ഭയങ്കര വേദന വരും. അതാണ് സംഭവം. എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇനി അതിനായിട്ട് പോയ ഡോക്ടറിനെ പിടിച്ച് കിടത്തും അവിടെ. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. നമ്മൾ ആവി ഒക്കെ പിടിച്ച് നോക്കും. ഒക്കത്തില്ലെങ്കിൽ നമുക്ക് പോകണം കേട്ടോ. നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. നമ്മൾ എന്ത് സാധനമാണെങ്കിലും വെറുതെ അന്തരാശിയാക്കി കളയരുത് കേട്ടോ. നമ്മൾ പൈസ കൊടുത്ത് പാലാണേലും ഉലുവാപ്പൊടിയാണേലും വാങ്ങിക്കുന്നതല്ലേ. അപ്പോഴതൊന്നും നമ്മൾ ചീത്തയാക്കി കളയേണ്ട. നമുക്ക് എന്നും നമ്മൾ എടുക്കുന്നുണ്ട്, നമുക്കൊരു അളവ് കറക്റ്റാണല്ലോ, നമുക്കറിയാൻ പറ്റുമല്ലോ. ഇന്ന് ഞാൻ ഈ കുഞ്ഞു സ്പൂണിന് ഉലുവയൊക്കെ ഏറും കേട്ടോ. നമ്മൾ കുതിർത്ത് വെച്ചാൽ അത് ഏറുന്നതാണ് കേട്ടോ. എന്നുവെച്ചാൽ ഒത്തിരി ആവുന്നതാണ്. അതുകൊണ്ട് കുറച്ച് നമ്മൾ എടുക്കാം കേട്ടോ. വെറുതെ പനലാക്കി കളയണ്ട. ഇത്രയും തന്നെ ഈ സ്പൂണിനകത്ത് തന്നെ ഇട്ടപ്പോൾ എനിക്ക് കഴുത്തേലും മുഖത്തും ഇടാനുള്ളത് കിട്ടി. ആ പാലും കൂടെ ആകുമ്പോൾ കറക്റ്റാവും കേട്ടോ. ഇത് തുടച്ച് മാറ്റുന്നതിന് ഇച്ചിരി ഒരു പാട് കാണും കേട്ടോ. എന്ന് വെച്ചാൽ ഇത് എന്താ കൊഴുപ്പല്ലേ, കൊഴുകൊഴാന്നിരിക്കും കേട്ടോ. നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ ഓരോ സംഭവങ്ങൾ ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് എന്തായാലും നമ്മൾ തേക്കുകയാണ്. ഒരു 20 മിനിറ്റൊക്കെ നമുക്ക് വെക്കാം. ഇപ്പം പെട്ടെന്ന് ഉണങ്ങുന്ന ഒരു കാലാവസ്ഥയല്ലല്ലോ, തണുപ്പായതുകൊണ്ട് ഇച്ചിരി ഒരു പതിയനെ നമ്മുടെ മുഖത്തൊക്കെ അങ്ങോട്ട് ഉണങ്ങിപ്പിടിക്കത്തുള്ളൂ. നമുക്കൊരു 20 മിനിറ്റ് ഇങ്ങനെ നിൽക്കാം. ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വായും നോക്കി നിൽക്കാം. ഈ സമയത്ത് ഇതിൽ ആരും പോകത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ധൈര്യത്തോടെ ഞാനിപ്പോൾ നിൽക്കുന്നത്.
എന്നിട്ട് നമുക്കിതൊന്ന് മസാജൊക്കെ ചെയ്ത് തുടച്ച് മാറ്റാം കേട്ടോ. അപ്പോഴും നമ്മുടെ പായ്ക്കൊക്കെ ഇട്ടിട്ട് ഒരു 20 മിനിറ്റായി. നന്നായിട്ട് അങ്ങോട്ട് ഉണങ്ങി പിടിച്ചില്ല കേട്ടോ, എന്ന് വെച്ചാൽ തണുത്ത കാലാവസ്ഥയല്ലേ, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങി പിടിച്ചില്ല കേട്ടോ, ഉണങ്ങി പിടിക്കത്തില്ല കേട്ടോ. അപ്പോഴും നമുക്കിനി മസാജ് ചെയ്യണ്ടേ, നമുക്ക് വെള്ളം വേണേലും നമ്മുടെ സാധാ വെള്ളം വേണേലും എടുക്കാം. നമ്മൾ പാലല്ലേ ചേർത്ത്, അപ്പോൾ കുറച്ച് പാലിവിടെ ഇരുന്ന് കേട്ടോ, അതും വെച്ച് നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് നമുക്കൊന്ന് മസാജ് ചെയ്യും കേട്ടോ. സംഭവം കിടുക കേട്ടോ. ഞാൻ വാങ്ങിച്ചതാ കേട്ടോ. ഇതെൻ്റെ ബാക്കി എൻ്റെ മോക്കുള്ളതാ കേട്ടോ. ഞാൻ സ്പ്രേ ചെയ്യുന്നതിൻ്റെ ബാക്കി കൊച്ചെടുത്തോളും കേട്ടോ. നമുക്കൊന്ന് കൈയൊന്ന്, എൻ്റെ കാക്കച്ചികളെ ഇപ്പം തന്നെ ഉണ്ടല്ലോ, ഇത് നമ്മുടെ മുഖത്തങ്ങ് വലിയതായിട്ട് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ എല്ലാവരും സ്ഥിരം ചെയ്യുന്നതായിരിക്കുമല്ലോ. കാക്കച്ചികളെ ബഹളം ഉണ്ടാക്കുന്നു കേട്ടോ. അവളന്മാർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. വാ, നിങ്ങളെ വെളുപ്പിക്കുക ഞാൻ, ഇനി വാടി കാക്കച്ചികളെ. അവളന്മാരെ നമുക്ക് വെളുപ്പിച്ച് വിടാം കേട്ടോ. ഇത് ഇച്ചിരി തുടച്ചു മാറ്റുന്ന ഇച്ചിരി പണിയാണേ കേട്ടോ. ഉലുവയുടെ അതറിയാമല്ലോ. അപ്പോൾ മതി കേട്ടോ. നമുക്കിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ല വ്യത്യാസം വരും കേട്ടോ. ഈ പാലും ഉലുവയും കൂടെ ആയതുകൊണ്ട് നമുക്കറിയാൻ പറ്റും. ഇനി നമുക്ക് തുടയ്ക്കുന്ന ഇച്ചിരി പണിയാണ് കേട്ടോ. തുടയ്ക്കുന്ന ഇച്ചിരി പണിയാണിത്. അപ്പോൾ ഞാൻ തുടച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് പുറത്ത് പോയി നന്നായിട്ട് തുടച്ചെടുത്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഞാൻ ചെയ്യുന്നത് നിങ്ങളെ കൂടെ കാണിച്ചു തരും, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ചെയ്ത് നോക്കേ, നമ്മുടെ മോക്കുരുവിൻ്റെ പാടുകളും പിന്നെ കറുത്ത പാടുകളും ഒക്കെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ. തുടരെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അങ്ങനെ ഒരു പ്രാവശ്യമൊന്നും ആക്കി നിർത്തരുത് കേട്ടോ. അപ്പോൾ തുടർന്നും ചെയ്തുകൊണ്ടിരിക്കണം. നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. അതെന്ത് തന്നെയാണെങ്കിലും നമുക്ക് നമ്മുടെ സ്കിന്നിന് ഏതാ നല്ലതെന്ന് വെച്ചാൽ ചെയ്തോണം കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ചിലർക്ക് അലർജിയൊക്കെ ഉണ്ടാവും. അപ്പോഴങ്ങനെയൊക്കെയുള്ളവർ ഒന്ന് നമ്മുടെ കയ്യിലോ ഒക്കെ ഒന്ന് തേച്ച് നോക്കി അതിന് ശേഷം മാത്രം ചെയ്യുക കേട്ടോ. അലർജിയൊക്കെ ചിലർക്കൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളും വേറെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ മുഖത്തൊക്കെ തേക്കുന്നതല്ലേ. ഇപ്പോഴെന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ കുഴപ്പമില്ലേന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് ആ പൗഡറിൻ്റെ ചെയ്ത് ഇപ്പോഴും തെറി കേട്ടോണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണത് കേട്ടോ. ആ വീഡിയോ ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ പൗഡറിൻ്റെ ചെയ്തേ. പക്ഷെ നമുക്കൊരു
ഞാൻ ചെയ്ത് കാണിച്ചതല്ലേ. അപ്പോൾ എനിക്ക് ഒരസ്വസ്ഥതയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അത് ചെയ്ത് കേട്ടോ. അപ്പോഴേ ഇത് ഇപ്പോഴും തെറി കേട്ടോണ്ടിരിക്കുന്ന വീഡിയോ ഓടിപ്പോകുന്നുണ്ട് കേട്ടോ. വീഡിയോ അത് നല്ല ഇതായിട്ട് വ്യൂസും കിട്ടി എനിക്കതിന് കേട്ടോ. ഇപ്പോഴും തെറി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാനതിന്. പക്ഷേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ അതേ കുറച്ചൊക്കെ നമ്മൾ നന്നായിട്ട് ഇത് തുടയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നമുക്കിങ്ങനെ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നേ നിന്ന് നമുക്ക് നന്നായിട്ട് തുടയ്ക്കാനൊക്കത്തില്ല. എന്നാലും ഒട്ടുമിക്കാലും പോയിട്ടുണ്ട്. നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ. നല്ല വ്യത്യാസം കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ തുടർച്ചയായിട്ട് ചെയ്ത് നോക്കിയാൽ നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പായ്ക്കാണ് കേട്ടോ. ഫേസ് പായ്ക്ക് ചൂടുള്ള സമയത്തൊക്കെ നല്ലതായിരിക്കും. അപ്പം ഉലുവാന്ന് വെച്ചാൽ നല്ല തണുപ്പുള്ള ഒരു ഇതല്ലേ സംഭവമല്ലേ കേട്ടോ. ഇപ്പോഴാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു 20 മിനിറ്റ് ഒക്കെ വെച്ച് പെട്ടെന്ന് തന്നെ അത് തുടച്ച് മാറ്റിയല്ലേ, ഒരു കുഴപ്പവും പറ്റത്തില്ല. നിങ്ങൾ ചെയ്ത് നോക്കേ. എന്നിട്ട് റിസൾട്ടൊക്കെ എന്നെ അറിയിക്കണം. നല്ലതാണെങ്കിലും പൊട്ടയാണെങ്കിലും ഈ സുപ്പ് പറഞ്ഞത് പൊട്ടയാണെങ്കിൽ പൊട്ടയാണെന്ന് തന്നെ പറയാം കേട്ടോ. എന്തായാലും ഞാൻ പരീക്ഷിച്ച് എനിക്ക് നല്ലതെന്ന കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്യൂട്ടി ടിപ്പൊക്കെ തീർന്നു കേട്ടോ. ഏകദേശം ഞാൻ തുടച്ചൊക്കെ എടുത്ത് കേട്ടോ. ഇനി ചത്തങ്ങാണ ഇരിക്കുന്നെങ്കിലേ ഉള്ളൂ. ഇപ്പോഴും നമ്മുടെ ബ്യൂട്ടി ടിപ്പൊക്കെ തീർന്നു. ദേ നമ്മുടെ മുഖം ഉണ്ടല്ലോ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇതുണ്ടല്ലോ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഉലുവായുടെയൊക്കെ ആ ഒരു കവിളൊക്കെ ഒട്ടിയെന്ന് തോന്നുന്നല്ലേ. കവിളൊക്കെ ഒട്ടി. അപ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയ ഒരു പായ്ക്കാണ് കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ പറ. നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും ടിപ്പുകളൊക്കെ തീരുകയാണ്. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.